നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് പാലക്കാടാണ്, പാലക്കാട് കഞ്ചിക്കോട്. വിരുന്നിന്റെ ടീം ഇന്ന് ഇവിടെ എത്തിയത് എനിക്ക് തോന്നുന്നതല്ല, ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമുണ്ട്. മലയാളക്കര മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് നെല്ലിക്ക കാന്താരി സിറപ്പ് എന്നൊരു ദിവ്യ ഔഷധം എന്ന് തന്നെ പറയാം, അല്ലേ? ദിവ്യ ഔഷധം സമ്മാനിച്ച ഒരു വ്യക്തിയുടെ മുന്നിലാണ്. തീർച്ചയായിട്ടും വിരുന്നിന്റെ എപ്പിസോഡ് ഇന്ന് ധന്യമാക്കുവാൻ എത്തിയിരിക്കുന്ന വ്യക്തി അദ്ദേഹമാണ്. ആ ഒരു നെല്ലിക്ക കാന്താരി അത് മനുഷ്യ ശരീരത്തിനുണ്ടാക്കുന്ന ഗുണങ്ങൾ, അതുപോലെ തന്നെ അത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന മറ്റുള്ള രോഗങ്ങളിൽ നിന്നുള്ള ഒരു പ്രതിവിധി, ഇതൊക്കെ വളരെയധികം കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ റിസൾട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നിർമ്മാണം അദ്ദേഹം തുടങ്ങുകയും അത് വിതരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത്. കേരളത്തിൽ തന്നെ ആദ്യത്തെ നെല്ലിക്ക കാന്താരി സിറപ്പിൻ്റെ ഉപജ്ഞാതാവ് ശ്രീ പ്രദീപ് സാറാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി. SPS എന്ന കേരളത്തിൽ തന്നെ ടോപ്പായിട്ട് നിൽക്കുന്ന നെല്ലിക്ക കാന്താരി സിറപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറും അതുപോലെ തന്നെ കേരളം അറിയപ്പെടുന്ന ഒരു പാരമ്പര്യ വൈദ്യൻ കൂടിയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് പുറത്തിറക്കുവാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും അദ്ദേഹം ലോകമെമ്പാടുമുള്ള വിരുന്നിന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ അല്പസമയം മാറ്റി വെച്ചിട്ടുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി ആദരവോടു കൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീ പ്രദീപ് സാറിനെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, വളരെയധികം സന്തോഷം. കാരണം നെല്ലിക്ക കാന്താരി അത് വളരെയധികം ഔഷധമുള്ള, അല്ലെങ്കിൽ നെല്ലിക്കയുടെയും കാന്താരിയുടെയും ഒക്കെ ഗുണങ്ങൾ കൃത്യമായി അത് മനുഷ്യ ശരീരത്തിലേക്ക് എത്തി അതിന് മനുഷ്യ ശരീരത്തിൽ കൃത്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് പുറത്തിറക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു ചിന്ത താങ്കളിലേക്ക് എത്തിയത്? നമ്മൾ സാധാരണ, അതായത് BP, ഷുഗർ, കൊളസ്ട്രോളിനൊക്കെ നമുക്ക് വീട്ടുകാർക്കൊക്കെ ഇങ്ങനെ അടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. നെല്ലിക്കയും കാന്താരി മുളക് ഇഞ്ചി എല്ലാം കൂടെ വീട്ടിൽ തന്നെ നമുക്ക് ഗുണമുണ്ട്. അതുകൊണ്ട് വീട്ടിൽ ആരും മരുന്നേ കഴിക്കാറില്ല. അപ്പോൾ നമുക്കിതൊന്ന് പുറത്ത് എത്തിക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അതെ അതെ അതെ. ഇതിപ്പോൾ മലയാളികൾ എവിടെ ഉണ്ടോ അവിടെയെല്ലാം SPS-ന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അത് ആദിവാസി പ്രൊഡക്റ്റാണ്. അത് ആദിവാസികളെ പഠിപ്പിച്ചു തന്നാണ്. ആദിവാസിയുടെ ഒരു മൂപ്പൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പാരമ്പര്യ വൈദ്യരും കൂടി ആയതുകൊണ്ട് നമ്മളെല്ലാം അങ്ങനെയാണല്ലോ പഠിച്ചെടുക്കുന്നത് പലതും. അതുപോലെ തൈലം മറ്റുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് 100% ഗുണമുള്ളൊരു പ്രോഡക്റ്റാണ്. നെല്ലിക്ക, കാന്താരി മുളക്, ഇഞ്ചി, കറിവേപ്പില, പുതിന, നാരങ്ങ, വെളുത്തുള്ളി, അങ്ങനെ എല്ലാ സാധനവും ചേർന്ന ഒറിജിനൽ, അതായത് ഇന്ദുപ്പ് പോലെയുള്ള എല്ലാ സാധനവും ചേർത്തിട്ടുണ്ടാക്കുന്നതാണ്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. 100% ഗ്യാരണ്ടി പ്രോഡക്റ്റ്, ഒറിജിനൽ ജ്യൂസാണിത്. ഇത് 50 മില്ലി ജ്യൂസ് 150 മില്ലി വെള്ളം ഒഴിച്ച് 2 നേരം കഴിക്കുകയാണെങ്കിൽ BP, ഷുഗർ, കൊളസ്ട്രോൾ, ഗ്യാസ് ട്രബിൾ, വെരിക്കോസ് വെയിൻ, അങ്ങനെയുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ തരണം ചെയ്യാൻ സഹായിക്കും. ഇത് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. സിറപ്പ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി, അത് പ്രതിരോധ ശക്തി കൂടും എന്ന് പല ആൾക്കാരും തെളിയിച്ചിട്ടുണ്ട്, പല അനുഭവസ്ഥരും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിക്കുവാൻ ഇതൊരു ഉത്തമ ഔഷധം തന്നെയാണ്. അതെ അതെ അതെ. 100% ഒറിജിനൽ ജ്യൂസാണത്. അതായത് വിറ്റാമിൻ C ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഓക്സിജൻ കിട്ടും പുതിനയിൽ. ഇഞ്ചി ഹാർട്ട് അറ്റാക്ക് വരെ വരാനുള്ള സാധ്യതയില്ല ഒരു 30 ഗ്രാം കഴിക്കുകയാണെങ്കിൽ. അങ്ങനെ കുറേ ഐറ്റങ്ങൾ ചേർന്ന കറിവേപ്പില കൊളസ്ട്രോൾ കുറയ്ക്കും. കാന്താരി മുളക് ക്യാൻസർ വരെ വരത്തില്ല എന്നാണ് പറയുക. പച്ച കാന്താരി, ഒറിജിനൽ കാന്താരിയാണ് ഇട്ടിട്ട് ചെയ്യണത്. അത് ചെയ്താലേ അതിന് ഗുണമുള്ളൂ. നമ്മളിത് സ്കോഷായിട്ട് ഉപയോഗിക്കുന്ന പോലെയല്ല, ജ്യൂസായിട്ട് മറ്റേ മരുന്നിന് പകരം നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ്. ഡെയിലി 2 നേരം കഴിക്കണം പറയുമ്പോൾ ഇത് ഒറിജിനൽ സാധനം ഇട്ട് കൃത്യമായ റേഷ്യോ ഉപയോഗിച്ച് ചെയ്താലേ അതിന് ഗുണമുണ്ടാവുള്ളൂ. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് ഐറ്റംസിന്റെ ഒരു ജ്യൂസാണ്. അതെ, ഒരുപാട് ഐറ്റംസ് ചേർന്നുള്ള ഒരു ജ്യൂസാണ്. സത്യത്തിൽ ഇത്രയും ഐറ്റംസ് നമുക്ക് ബൾക്കായിട്ട് നമുക്ക് എങ്ങനെ, എവിടുന്ന് താങ്കൾ അത് നേടിയെടുക്കുന്നു? എവിടുന്നൊക്കെയാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ താങ്കളിലേക്ക് എത്തുന്നത്? ഇവിടെ നമുക്ക് കൊഴിഞ്ഞാമ്പാറയിൽ പച്ചമരുന്ന് സംഭരിക്കുന്ന സ്ഥലമുണ്ട്. ഓക്കെ. അവർ പല ഭാഗത്തുനിന്ന് കാട്ടുനെല്ലിക്ക അല്ലെങ്കിൽ കറിവേപ്പില, എല്ലാ സാധനവും ഒറിജിനൽ സാധനം, കാന്താരി, അതൊക്കെ പല ഭാഗത്തുനിന്ന് പറിച്ച് ഒരുമിച്ച് എടുത്തിട്ട് ഈ ആയുർവേദ കമ്പനികളുണ്ട് ഇവിടെ കഞ്ചിക്കോട്, അവർക്ക് സപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്കും ചെയ്തു തരും. എല്ലാം ഇഞ്ചി, ഫസ്റ്റ് ക്വാളിറ്റി ഒറിജിനൽ സാധനം, നാടൻ
നാടൻ കാന്താരി പറഞ്ഞാൽ കുഞ്ഞു കാന്താരി, പച്ച കാന്താരി, അത് നമുക്ക് കിട്ടും. അതേപോലെ കറിവേപ്പില, ഒറിജിനൽ കറിവേപ്പില, അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്നതല്ല, ഒറിജിനൽ കറിവേപ്പില അവരൊക്കെ കൊണ്ട് തരും. ആൾക്കാർ ലോക്കലിലൊക്കെ പറിച്ച് കൊണ്ട് തരും. അതൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കൃത്യമായിട്ട്. അതും പലതവണ വാഷ് ചെയ്ത് നല്ല ഹൈജീനിക്കായിട്ട് വളരെ വൃത്തിയായിട്ട് ചെയ്യണം. ഇതിന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. ഇത് കഴിക്കുകയാണെങ്കിൽ പ്രതിരോധശേഷി കൂട്ടും. ഇൻസുലിൻ ഗുളിക വരെ ഒഴിവാക്കാൻ പറ്റും. പതുക്കെ ഉപയോഗിച്ച് നല്ല ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് കസ്റ്റമർ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യയിലുണ്ട്, ദുബായിലുണ്ട്, എല്ലാവിടെയും ഉണ്ട്. നമുക്ക് കസ്റ്റമർ ഉണ്ട്. ഈ സാധനം എല്ലാവിടെയും കിട്ടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു എല്ലാ മെഡിക്കൽ ഷോപ്പിൽ, സൂപ്പർ മാർക്കറ്റിൽ, ആയുർവേദ ഷോപ്പുകളിൽ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ SPSന്റെ പ്രൊഡക്റ്റ് കേരളത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ എല്ലാവിടെയും കിട്ടും. കേരളത്തിൽ, തമിഴ്നാടും അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിൽ കിട്ടും, വിദേശ രാജ്യങ്ങളിലും കിട്ടും. കിട്ടാത്തവർക്ക് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. 3 ബോട്ടിൽ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. തീർച്ചയായിട്ടും നമ്മുടെ പ്രോഗ്രാം കാണുന്ന സുഹൃത്തുക്കൾക്ക് ഇത് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും, മെഡിക്കൽ ഷോപ്പുകളിലും, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലും നമ്മുടെ ഈ SPSന്റെ പ്രൊഡക്റ്റ് ലഭ്യമാണ്. ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രദേശത്ത് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പ്രദീപ് സാറുമായിട്ട് സംസാരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ആ പ്രൊഡക്റ്റ് എത്തിയിരിക്കും. 24 മണിക്കൂറും എനിറ്റൈം നിങ്ങൾ ഏത് സമയത്ത് ഏത് രാജ്യത്ത് നിന്ന് വിളിച്ചാലും അദ്ദേഹത്തിൻ്റെ ഫോൺ ഓൺ ആയിരിക്കും. അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. നിങ്ങളുടെ എവിടെയാണ് നിങ്ങളുടെ വീട്, അവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും എത്തിയിരിക്കും. സാർ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വലിയൊരു വിജയത്തിലാണ് SPSന്റെ നെല്ലിക്ക കാന്താരി സിറപ്പിന്റെ യാത്ര. വളരെ വിജയകരമായിട്ട് സന്തോഷകരമായിട്ടുള്ള കസ്റ്റമർ, അതുപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള എന്താണ് പറയുന്നത്, പിന്നെ മേഖലയിലുള്ള ഡിസ്ട്രിബ്യൂട്ടർമാർ എല്ലാ രീതിയിലും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും എന്താണ് നമ്മളുടെ ഈ ഒരു ഉപഭോക്താക്കളോട് താങ്കൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണ്? ഇത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടി എന്ന് അറിയിക്കുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അതുകൊണ്ട് എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും വലിയൊരു നന്ദി രേഖപ്പെടുത്താം. സാർ, അതുപോലെ തന്നെ SPSന്റെ ഈ ഒരു പ്രൊഡക്റ്റ് നെല്ലിക്ക കാന്താരി സിറപ്പിൽ മാത്രം ഒതുങ്ങുകയാണോ? SPSന്റെ കീഴിൽ മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ എന്തെങ്കിലും ലഭ്യമാണ്? നെല്ലിക്കാരിഷ്ടം, നെല്ലിക്ക ലേഹ്യം, അതുപോലെ നന്നാരി സർബത്ത്, പെയിൻ റിലീഫ് ഓയിൽ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് ഐറ്റം ഇരിക്കുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് വിശ്വസിച്ച് കാണാം. അതുപോലെ തന്നെ താങ്കളൊരു പാരമ്പര്യ വൈദ്യം കൂടിയാണ്. തീർച്ചയായിട്ടും ആ ഒരു പാരമ്പര്യ വൈദ്യത്തിൻ്റെ താങ്കൾ നേടിയെടുത്ത കഴിവുകളും അല്ലെങ്കിൽ ആ അറിവുകളും എല്ലാം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി താങ്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ സ്ഥാപനത്തിനുള്ള ഒറിജിനൽ മാത്രമാണ് ഉള്ളത്. ഒറിജിനൽ ഐറ്റം മാത്രമാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഉണ്ടാക്കുന്ന കുറേ ഐറ്റം, അതുപോലെ ഹണി, ഒറിജിനൽ ഹണി ഉണ്ട്. എല്ലാം ഒറിജിനൽ മാത്രം വിൽക്കുക, സെയിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്, ലക്ഷ്യം. അതെ, അത് അതിൽ കൂടെ തന്നെയാണ് മുന്നോട്ട് ഉറപ്പായിട്ടും. ഈ ഒരു SPSന്റെ നെല്ലിക്ക കാന്താരി സിറപ്പ് നമ്മളിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്തവർക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയില്ലാത്തവർക്ക് എന്താണ് അവർക്ക് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഗുണങ്ങളെക്കുറിച്ച് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശമുണ്ട്? ഈ SPS നെല്ലിക്ക കാന്താരി ഒരു ബോട്ടിലെങ്കിലും വാങ്ങി ഉപയോഗിച്ച് നോക്കണം. മിനിമം 3 ബോട്ടിൽ ഉപയോഗിച്ചാൽ അവർക്ക് നല്ല റിസൾട്ട് കിട്ടും. BP, ഷുഗർ, കൊളസ്ട്രോൾ, ഗ്യാസ് ട്രബിൾ, വെരിക്കോസ് വെയിൻ എല്ലാം കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. ദഹനശക്തി ഒക്കെ അപ്പോഴേക്കപ്പോഴേ ഒരു അരമണിക്കൂർ കൊണ്ട് പരിഹാരം കിട്ടും. നമ്മുടെ ഈ ഒരു ഗ്യാസ് ട്രബിളിനൊക്കെ വളരെ ഉറപ്പായിട്ട് ആദ്യത്തെ ദിവസം ഗ്യാസിൻ്റെ ഗുളിക കഴിക്കണമെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും. 2ാമത്തെ ദിവസം കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കണമെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇൻസുലിൻ മറ്റുള്ളതൊക്കെ കമ്മിയായി കൊണ്ടുവരാൻ പറ്റും. ഷുഗറിനൊക്കെ വളരെ നല്ലൊരു ജ്യൂസാണ്, ഒറിജിനൽ ജ്യൂസാണ്. ഇതിൻ്റെ ഒരു ഉപയോഗക്രമം, ഇതിന് സമയമുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അളവ് എങ്ങനെയാണ്? ഏതൊക്കെ സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം? ഒരു ദിവസം എത്ര പ്രാവശ്യം ഉപയോഗിക്കാം? എന്താണ് അതിനെക്കുറിച്ച്? ഇത് 50 മില്ലി ജ്യൂസും 150 മില്ലി വെള്ളം ഒഴിച്ചിട്ട് 2 നേരം ഭക്ഷണത്തിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. അതായത് കാന്താരി മുളകിൻ്റെ എരിവുള്ളത് കൊണ്ട് എരിവ് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഭക്ഷണത്തിന് ശേഷം ഉപയോഗിക്കാൻ പറയുന്നത്. വെള്ളം കൂടുതൽ ഒഴിക്കുക, ജ്യൂസ് 50 മില്ലി എടുക്കുക. അങ്ങനെ 2 നേരം 100 മില്ലിയെ കഴിക്കാൻ പാടുള്ളൂ. ഒറ്റയടിക്ക് 100 മില്ലി 150 മില്ലിയെ കഴിച്ചാൽ എല്ലാം ലോ ആവും. അതേപോലെ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ കഴിച്ചിട്ട് കിടക്കാൻ പാടില്ല. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ കിടക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് കഴിച്ചാൽ വേർക്കും. അതായത് BP ഒക്കെ ലോ ആണെങ്കിൽ ലോ ആവും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം പറയണം. കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. ഏതൊരു ഐറ്റം നമ്മൾ ഭക്ഷണമാണെങ്കിൽ ഒരു നേന്ത്രപ്പഴം കഴിക്കേണ്ടത് 2 or 3 നേന്ത്രപ്പഴം കഴിച്ചാൽ അതിൻ്റേതായ ബുദ്ധിമുട്ട് വരില്ല. അതുപോലെ 50 മില്ലി ജ്യൂസിൽ 150 മില്ലി വെള്ളം ഒഴിക്കുക. ശുദ്ധജലം ചേർത്തിട്ട് ഭക്ഷണത്തിന് ശേഷം 2 നേരമാണ് കഴിക്കേണ്ടത്.
നമ്മൾ സാധാരണ പച്ചവെള്ളം തന്നെ ഉപയോഗിക്കും. പച്ചവെള്ളം. സോഡയൊക്കെ ഉപയോഗിക്കുന്നത് എപ്പോഴെങ്കിലും ഉപയോഗിക്കാന്നേ ഉള്ളൂ. അത് ഗ്യാസിന്റെ പ്രശ്നത്തിനൊന്നും പരിഹാരമാവില്ല. സോഡ കഴിച്ചാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അല്ല, ഗുണമില്ല. സോഡ ഡെയിലി ഉപയോഗിക്കാൻ പാടില്ല. പച്ചവെള്ളത്തിൽ തന്നെ ഉപയോഗിക്കും. സാധാരണ ശുദ്ധജലം നമ്മൾ വീട്ടിൽ തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ഏതാണോ യൂസ് ചെയ്യുന്ന ആ വെള്ളം ഉപയോഗിക്കാം. ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ പാടുള്ളൂ. 50 മില്ലിയിൽ 150 മില്ലി വെള്ളം ഒഴിക്കാം. അതാണ് കണക്ക്. അതിന് റേഷ്യോ ഉണ്ട്. ഈ ജ്യൂസ് ഉണ്ടാക്കിയത് കറക്റ്റ് റേഷ്യോയിലാണ്. എല്ലാത്തിനും ഒരു അളവുണ്ടാവുമല്ലോ. അളവ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കാന്താരി കൂടിയാലും കുഴപ്പം തന്നെയാണ്. കാന്താരി ഒരു സാധാരണ ഒരു സാമ്പാർ വയ്ക്കുമ്പോൾ എങ്ങനെയാണോ അതിൽ ഉപയോഗിക്കുക അതുപോലുള്ള ഒരു സെറ്റപ്പാണ്. ശരിയാണ്. സാർ പറഞ്ഞത് കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മളൊരു ഏതൊരു പ്രൊഡക്റ്റ് ആയാലും അധികമായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാവും ശരീരത്തിന്. അളവ് കൃത്യമാക്കുക. ആ പറയുന്ന അളവ് ഇപ്പോൾ ഒരു ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു 1/3 ഭാഗം മാത്രം. സർബത്ത് ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് എടുക്കുക. ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കുക. വേണമെങ്കിൽ അല്പം ഉപ്പിടാം. 2 നേരം കഴിക്കുക. BP ഉള്ളവർ ഉപ്പിടണം എന്നില്ല. BP കുറയാൻ, BPയും കൺട്രോൾ ചെയ്യണമല്ലോ. ഇത് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒഴിച്ചാൽ മതിയോ അതോ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണ്ടേ? മിക്സ് ചെയ്തിട്ട് കഴിക്കുക. 50 മില്ലി ജ്യൂസും 150 മില്ലി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അത് മിക്സ് ആയിക്കോളും. വേണമെങ്കിൽ അല്പം ഉപ്പിടാം. അതേപോലെ ഉപയോഗിക്കുന്ന ബോട്ടിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കണം. പൊട്ടിച്ചത് മാത്രം, പൊട്ടിക്കാത്ത അങ്ങനെ ഇരുന്നോളും. പൊട്ടിച്ചത് ഫ്രിഡ്ജിൽ വെക്കുക, കേടാവാതിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റുള്ള എന്തെങ്കിലും ഇപ്പം നാരങ്ങ ഒക്കെ പിഴിഞ്ഞൊഴിച്ച് കുടിക്കുന്നതിനെ കൊണ്ട് എന്തെങ്കിലും? നാരങ്ങക്ക് ഇത് ഓൾറെഡി ഉണ്ട്. പിന്നെ അതിന്റെ ആവശ്യം വരുന്നില്ല. എല്ലാം വിറ്റാമിൻ സി ആണ്. അതൊക്കെ വിറ്റാമിൻ നെല്ലിക്കയും നാരങ്ങയും തൈരും എല്ലാം. അല്ല, തൈര് ഒഴിച്ച് കഴിക്കട്ടെ ചോദിക്കാറുണ്ട്. അതിന് ആവശ്യമില്ല. അതിൽ പുളിപ്പും മറ്റുള്ളതും എല്ലാം ഉണ്ടല്ലോ. എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ടേസ്റ്റാണ് അതിന്. അപ്പോൾ ഇതിന്റെ എല്ലാം വിറ്റാമിനുകളുടെ ഒരു കലവറയാണ് നെല്ലിക്ക കാന്താരി സിറപ്പ്. കുറച്ച് ദിവസം വിടാതെ കഴിച്ചാൽ കണ്ണ് കാഴ്ച കമ്മിയായ ആൾക്കാർക്ക് കാഴ്ച കിട്ടും. SPS കഴിക്കണം. കാഴ്ച തിരിച്ചു വരും പറയാം. കാഴ്ച കമ്മിയാകുന്ന ആൾക്കാർക്ക് കിട്ടും ഉറപ്പായിട്ടും. നമുക്ക് ഇതൊക്കെ ജനങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവാണ്, അല്ലാതെ ഞാൻ പറയുന്ന ഒന്നുമല്ല. ഞാൻ പറയുന്നതല്ല, ഓരോ ആൾക്കാരും ഓരോ റിസൾട്ട് ഇങ്ങനെ പറഞ്ഞു ഇത്രയും വർഷത്തെ പരിചയം ഉണ്ടല്ലോ. ഈ നെല്ലിക്ക കാന്താരിയും കഴിച്ചിട്ട് എൻ്റെ ഷുഗർ വളരെ സമാധാനമുണ്ട്. 250 ഉണ്ടായിരുന്നു, ഇപ്പോൾ 130-135 6 മാസത്തോളമായി ഞാനിപ്പോൾ കഴിക്കാൻ തുടങ്ങി. എൻ്റെ ഷുഗർ ഇന്നത്തെ വരെ വേരിയേഷൻ വന്നില്ല, ഒരേ കൺട്രോളിൽ നിൽക്കും. പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഷുഗർ BP ഇതെല്ലാം കുറയണമെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ച് കഴിച്ചു നോക്കും. അതുപോലെ തന്നെ ഈ ഒരു SPS എന്ന ഈ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ അധിപനായിട്ട് ഈ ഒരു വിജയയാത്രയിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്ഥാനത്തിന് താങ്കളുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ താങ്കൾക്ക് ഒരു പ്രചോദനമായി നിൽക്കുന്ന താങ്കളുടെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ പറയുവാണെങ്കിൽ ആരൊക്കെയാണ്? അവരുടെ ഒരു സപ്പോർട്ട് നമ്മളുടെ ഈ ഒരു വിജയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് എത്രമാത്രം ഉപകാരപ്പെട്ടിട്ടുണ്ട്? ഫാമിലി നല്ല സപ്പോർട്ടാണ്. നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും. ഇവിടെ രാത്രിയും പകലും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് കുറേ സ്റ്റാഫുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നോക്കാനായിട്ട് എന്താ പറയുക, വീട്ടിൽ പെങ്ങള് ഉണ്ടാവും ഇവിടെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ അമ്മയുണ്ട്. അമ്മയൊക്കെ വീട്ടിലാണ്. എന്നാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. 2 മക്കളാണ്. എല്ലാവരും സപ്പോർട്ട് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും താങ്കളുടെ ഈ ഒരു SPS എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് നമ്മൾ എല്ലാ മേഖലകളിലേക്കും എത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ താങ്കളുടെ മനസ്സിൽ ഇനിയുള്ള ഒരു ലക്ഷ്യം എന്താണ്, ഒരു ഫ്യൂച്ചർ പ്ലാൻ? നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഇനിയും പുതിയ ഐറ്റങ്ങൾ ഇങ്ങനെ ഇറക്കണം എന്നുള്ളത് തോന്നിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് തീർച്ചയായിട്ടും. SPS-ന്റെ ഓരോ പ്രൊഡക്റ്റും ഓരോ മലയാളികളുടെ വീട്ടിലും എത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സാറിൻ്റെ നമ്പർ 2 നമ്പർ 24 hours അത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ കഴിയും. അദ്ദേഹം എനി ടൈം നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്യും. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഏത് സമയത്തും ഓർഡർ ചെയ്യാം. അത് പ്രൊഡക്റ്റ് കൃത്യമായി നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും. എന്തായാലും വളരെയധികം നന്ദി. താങ്കളുടെ ഈ ഒരു വളർച്ച ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ. ഒരുപാട് ഉയരങ്ങളിലേക്ക് താങ്കൾ എത്തട്ടെ. SPS എന്നൊരു ബ്രാൻഡ് വേൾഡ് വൈഡായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.